ഷോമി ഈ വരുന്ന 5-ാം തീയതി ഒരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്യാന്നൊക്കെയാണ് Mi 10i എന്ന പേരിൽ. അപ്പോൾ Mi 10iയിൽ നിന്നും എന്തൊക്കെ പ്രതീക്ഷിക്കാം, ഈ ഫോൺ എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്, ഈ ഫോണിനെ പറ്റി അറിയേണ്ടതല്ല അതെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ഫോൺസ് എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഷോമി ഇപ്പോൾ ഒഫീഷ്യലി ടീസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് Mi 10i എന്ന് പറഞ്ഞ ഫോൺ. അപ്പോൾ Mi 10iനെ ഷോമി പറയുന്നത്, ആ Mi 10iയിലെ ഐ എന്ന് പറയുന്നത് ഇന്ത്യ എന്നാണ്, ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു Mi 10 സീരീസിലെ ഫോൺ എന്നാണ് ഷോമി പറയുന്നത്. പക്ഷേ അതൊക്കെ വെറുതെ തള്ളിവിടുന്നതാണ്. അതങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ. അതെന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ചൈനയിൽ ഇറങ്ങിയ ഫോണാണ്, അല്ലാതെ ഇത് ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഫോണല്ല. ചൈനയിൽ Redmi Note 9 Pro 5G എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഫോണാണ് ഇവിടെ ഇന്ത്യയിൽ Mi 10i എന്ന പേരിൽ വരുന്നത്. നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിൽ Mi 10T ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണിൽ ചെറിയൊരു വ്യത്യാസം മാത്രം കൊണ്ടുവന്നിട്ടാണ് Redmi Note 9 Pro 5G എന്ന് പറഞ്ഞ ഫോൺ ചൈനയിൽ ഇറങ്ങിയത്. അപ്പോൾ അതേ ഫോൺ തന്നെയാണ് ഇന്ത്യയിലോട്ടും വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പുതിയ ഫോൺ തന്നെയല്ല, ബാക്കിയുള്ള മാർക്കറ്റുകളിൽ ഉള്ള ഒരു ഫോൺ തന്നെയാണ്. ജസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ Mi 10i എന്ന പേരിലോട്ടാണ് വരുന്നത് എന്ന് മാത്രം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് Mi 10iൻ്റെ ഡിസൈനും ഡിസ്പ്ലേയും ആദ്യം നോക്കാം. ഡിസൈൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ Mi 10T ലൈറ്റിൽ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. അതായത് ബാക്കിൽ നമുക്കൊരു സർക്കുലർ ക്യാമറ അറേ ലഭിക്കുന്നുണ്ട്. അതിൽ നമുക്കൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. പിന്നെ ബാക്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നമുക്കൊരു ഗ്രേഡിയൻ ഫിനിഷ് ലഭിക്കുന്നുണ്ട്. ഗ്ലാസ് ബാക്കാണ് ലഭിക്കുന്നത്. മിയുടെ ബ്രാൻഡിങ് MI എന്നുള്ള ബ്രാൻഡിങ് നമുക്കതിൽ ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്ന ഒരു 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഒരു 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള LCD ഡിസ്പ്ലേ ആണ്. ഇത് നമ്മൾ ഇതിനു മുമ്പ് എവിടെ കണ്ടെന്ന് വെച്ചാൽ പോകോ X3യിൽ കണ്ട സെയിം ഡിസ്പ്ലേ തന്നെയായിരിക്കും ഇതിലും യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കിടിലം ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് തന്നെ നമുക്കിതിൽ നിന്ന് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു സെൻറ്റർ പഞ്ച് ഹോളാണ്. നമുക്കിതിൽ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതുമുണ്ട്. ഇന്ത്യയിലോട്ട് വരുമ്പോൾ 3 കളർ വേരിയൻസിലായിരിക്കും ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യത്തേത് പസഫിക് സൺറൈസ് ആണ്, അടുത്തത് മിഡ് നൈറ്റ് ബ്ലാക്ക് ആണ്, പിന്നെയുള്ളത് അറ്റ്ലാന്റിക് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. ഈ ഒരു 3 കളറായിരിക്കും ഇന്ത്യയിലോട്ട് വരാൻ പോകുന്നത് എന്ന് ഒഫീഷ്യൽ ലീക്ക് ആയിട്ടുണ്ട്. ഇതൊക്കെ ചൈനയിൽ ഇറങ്ങിയ അതേ കളേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഫോണിൻ്റെ കളർ വേരിയൻസ് ഇപ്പോൾ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫോണിൻ്റെ സ്പെക്സ് ആണ്. സ്പെക്സിൻ്റെ കാര്യത്തിൽ ഒരു കിടിലം സ്പെക്സ് തന്നെയാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 750G എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 750G എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 765G ഒക്കെ ആയിട്ട് മുട്ടി നിൽക്കുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ്. രണ്ടും നെയിമിങ്ങിൽ കുറച്ച് മുകളിലാണ് സ്നാപ്ഡ്രാഗൺ 765G എങ്കിലും സ്നാപ്ഡ്രാഗൺ 750G കുറച്ചുകൂടെ പുതിയൊരു ചിപ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 765G ഒക്കെ ആയിട്ട് ഏറെക്കുറെ സെയിം ലെവൽ എന്ന് പറയാം. അതായത് നമ്മുടെ OnePlus നോഡിലൊക്കെ ലഭിക്കുന്ന അതേ പ്രോസസ്സിംഗ് പവേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് തന്നെയാണ്. 2 വേരിയൻസിലാണ് ഈ ഫോൺ ഇന്ത്യയിലോട്ട് വരാൻ പോകുന്നത്. 6GB RAM 128GB സ്റ്റോറേജുള്ള ബേസ് വേരിയൻറ്റും 8GB RAM 128GB സ്റ്റോറേജുള്ള ഹയർ എൻഡ് വേരിയൻറ്റുമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാമറയുടെ കാര്യമാണ്. നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. പക്ഷേ വെറും ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പല്ല, 108 MP ക്യാമറ സെൻസറാണ് ഇതിലെ പ്രൈമറി ക്യാമറ ആയിട്ട് ലഭിക്കുന്നത്. 108 MP ക്യാമറ ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ മാക്സിമം 64 MP ക്യാമറ ഇപ്പോൾ എല്ലാ ഫോണുകളിലും യൂസ് ചെയ്യുന്നു. അപ്പോഴാണ് നമ്മുടെ Mi 10iയിൽ 108 MP ക്യാമറ സെൻസർ യൂസ് ചെയ്യുന്നത്. ഷോമി കഴിഞ്ഞ ദിവസം ഇറക്കിയ Mi 11ൽ യൂസ് ചെയ്ത അതേ സെൻസർ തന്നെയാണ് ഇതിലും നമുക്ക് യൂസ് ചെയ്യുന്നത്. അതായത് സാംസങ് ISOCELL HM2 എന്ന് പറഞ്ഞ സെക്കൻഡ് ജനറേഷൻ 108 MP സെൻസറാണ് ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറയുടെ കാര്യത്തിൽ വളരെ അധികം എക്സ്പെക്ടേഷൻസ് ഉണ്ട് നമുക്ക് ഈ ഫോണിൽ. മെഗാപിക്സൽസ് ഒരു ക്യാമറയുടെ കാര്യത്തിൽ അത്രയും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല അതിൻ്റെ ക്യാമറ ക്വാളിറ്റിയുടെ കാര്യത്തിൽ. എങ്കിൽ പോലും നമുക്ക് ഈ 108 MP സെൻസറുകളുണ്ടല്ലോ, സാംസങ്ങിൻ്റെ 108 MP HMXും HM1ഉം ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ട്സ് ഒക്കെ ലഭിച്ചിരുന്ന ഒരു സെൻസറായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഫ്ലാഗ്ഷിപ്പ് സെൻസറായിരുന്നു. അതേ സെൻസർ തന്നെ നമുക്ക് ഇതിലോട്ട് വരികയാണെന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഹൈ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറയുടെ കാര്യത്തിൽ കിടിലം ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് എന്ന് ഇറങ്ങുമ്പോൾ അറിയാം. ഇനി സെക്കൻഡറി ക്യാമറാസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത് ഒരു 8 MP അൾട്രാവൈഡ് ക്യാമറയാണ്. 2 MP മാക്രോ ലഭിക്കുന്നുണ്ട്, 2 MP ഡെപ്ത് സെൻസർ ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു 16 MP സെൽഫി ക്യാമറയും ലഭിക്കുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം നോക്കാം. 4820 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. തിരക്കേടില്ലാത്ത ഒരു ഫാസ്റ്റ് ചാർജർ തന്നെയാണ് ഇതിൽ ലഭിക്കുന്നത്. നമുക്ക് റിയൽമിയുടെ കയ്യിൽ നിന്ന് മാത്രമേ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു സെഗ്മെൻറ്റിൽ ലഭിക്കുന്നുള്ളൂ. അത് വേറൊരു കാര്യം. അപ്പോൾ ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ വില എത്രയായിരിക്കും?
എൻ്റെ ഒരു ഗസ് നോക്കിയിട്ട് ഇപ്പോൾ പോക്കോ X3ൻ്റെ വിലയൊക്കെ 16,000 രൂപ അങ്ങനെ ഒരു ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് 20,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസിങ് എന്നാണ് തോന്നുന്നത്. ഒന്നുകിൽ 18,999 അല്ലെങ്കിൽ 19,999 അങ്ങനെയൊക്കെ വന്നാൽ ഒരു കിടിലം ചോയ്സ് തന്നെയായിരിക്കും. നമുക്ക് 20,000 രൂപയ്ക്ക് താഴെ ഇങ്ങനെ ഒരു ഫോൺ വരികയാണെങ്കിൽ, അതും നമുക്ക് ഈ ഒരു ഫോൺ വരികയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ 20,000 രൂപയ്ക്കാണ് ഈ ഫോൺ വരുന്നതെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു 5G ഫോണായിരിക്കും നമ്മുടെ Mi 10i എന്ന് പറഞ്ഞ ഫോൺ. നമുക്കിനി റിയൽമി X7ഉം റിയൽമി X7 Proയും വരാനുണ്ട്. അതും ഇതേപോലൊരു പ്രൈസിങ് തന്നെയാണ് വരാനുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയായിരിക്കും Mi 10i എന്ന പേരിൽ നമുക്ക് Xiaomi ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ വരുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒരു ഫോണിൻ്റെ വില എത്ര ആയിരിക്കുമെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? താഴെ കമൻറ്റിൽ ഗസ് ചെയ്യുക. നമുക്ക് നോക്കാം എത്രയായിരിക്കും ഇതിൻ്റെ പ്രൈസിങ് എന്ന്. നമുക്ക് എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഇവൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 5-ാം തീയതിയാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ Mi 10iനെ പറ്റിയുള്ള വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ ഫോണിനെ പറ്റിയുള്ള കമൻസും താഴെ കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.